ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ നാസിയുടെ ബർത്ത്ഡേ കേട്ടോ. ഞങ്ങളതിനാണെങ്കിൽ കരുനാപ്പള്ളി കേക്ക് വേൾഡിൽ വന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര മഴ, ബാക്കിൽ ഭയങ്കര മഴയാണ്. ഞാനും ഉണ്ട്, ഡോറയുണ്ട്. അപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നാസിയൊക്കെ ആണെങ്കിൽ കരുനാപ്പള്ളി KSR സ്റ്റാൻഡിൽ പെറ്റ് കിടക്കുവാണ്. ഇങ്ങോട്ടേക്ക് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നും അറിയത്തില്ല. മൈക്കൊന്നും നമ്മൾ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കും എന്നുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് നാസിയുടെ ബർത്ത്ഡേ ഒക്കെ കൂടുതലും വീട്ടിൽ വെച്ചും ഇതുപോലെ പണ്ട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പേ ഇങ്ങനെ ബേക്കറി ഷോപ്പിലൊക്കെ വെച്ചാണ് ഞങ്ങൾ നാസിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത്. ഡോറ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങളാണെങ്കിൽ ബേക്കറിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം വീടുകളിലേക്ക് കഴിഞ്ഞ് അവൻ അവിടുത്തെ സ്വന്തം വീട്ടിലോട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ ഇതിലെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ കേക്ക് മുറിക്കും. ഇത് ബേക്കറി കട ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട്, എത്രത്തോളം തിരക്കൊന്നുമില്ല കേട്ടോ. ഭയങ്കര സൗണ്ട്. രണ്ടെണ്ണം കൂടി കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറുന്ന കണ്ടായിരുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മഴ നനഞ്ഞു വന്ന ആദ്യത്തെ വ്യക്തി നോക്കിയേ. ഇല്ല, ഒട്ടുമില്ല. ഒട്ടുമില്ല. എനിക്ക് നാണമെന്ന് പറയുന്ന സാധനം അയ്യേ, വെള്ളം ഉണ്ടെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട്. ഷെമി, എന്താണ് ഈ ബർത്ത്ഡേ കുറിച്ച് പറയാനുള്ളത്? കുഴപ്പമില്ല. നനഞ്ഞ കോഴികളായിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. എടാ, നിന്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ മനസ്സിലാടാ? അതെനിക്ക് അറിയാലോ, പറയാൻ പറ്റത്തില്ല. അവക്കുള്ള പണി ഞാൻ പിന്നെ കൊടുത്തോളാം. സ്ട്രെച്ചിങ് ആണ്. എന്ത് പേര് എഴുതിയിരിക്കുന്നത്? പക്ഷേ വയസ്സും കൂടെ എഴുതിക്കണ്ടായിരുന്നു. 54 എന്നുള്ള വയസ്സും കൂടി എഴുതിക്കണ്ടായിരുന്നു. ആ ഹണി റോസ് എഴുതണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഹണി റോസ് എഴുതി മേടിക്കണം. നമുക്ക് കാണാം. ആ, പറ്റുണ്ട്. ആ, കേക്ക് മുറിക്കും. വേണ്ട, മുറിക്കണ്ട, നക്കിക്കോ. കിട്ടുന്നുണ്ട്. നീ ഇത്തിരി തല കുനിച്ചാൽ മതിയേ. വീട്ടിലായിരുന്നു ഞാൻ നല്ലോണം പാടിയനെ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതില്ല. വേണ്ട. ദേഹത്ത് തന്നോ, ഞാൻ എടുത്തോളാം. കേക്ക് നിനക്കറിയാമോ? ഞാൻ ചോറടിച്ചില്ല, അതെല്ലാം കിടക്കുവോ? പിറ്റേന്ന് ബിജോനെ വെള്ളത്തിൽ പിടിച്ചിട്ട് മുക്കാലിരിക്കില്ല അവിടെ കൊണ്ടുപോയി. ഇതിനെ വിളിച്ചു പറയാൻ വിളിച്ചിട്ട് ഫോൺ കണ്ടേ. നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞേ. പക്ഷെ എന്നിട്ട് നാസിക്കും ഷെമിക്കും വയറ് നിറഞ്ഞില്ലെന്ന്. ഇനി അൽഫാമും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അൽഫാമിനുള്ള പ്ലേറ്റ് വെച്ചിട്ട് പച്ചക്കറി തോനെ ഇല്ലാത്തോണ്ട് ബിനോയ്ക്ക് മയോണൈസ് മാത്രം ഒരു കുബൂസ് കുത്തിക്കേറ്റാൻ ചെയ്തു. ഇവിടെ ഇവർക്കാണെങ്കിൽ കുബൂസ് വേണം, ഇവർക്ക് രണ്ടുപേർക്ക് അൽഫാം വേണം. ഞങ്ങൾ എല്ലാരും തിന്നുന്നവരാ, ബിനോയ് മാത്രം ഒന്നും കുത്തിക്കേറ്റത്തില്ല. ഇല്ല, എനിക്ക് ഡയറ്റ്. അവന് വല്ല കോഴിയുടെ കൊരളോ അല്ലെങ്കിൽ കൊരളോ എന്തോന്ന് കൊരള്
മഞ്ഞക്കായോ അല്ലെ പോത്തിന്റെ തൊലിയോ ഏതൊക്കെ അവന് കുത്തിക്കയറ്റാൻ പറ്റത്തും. ഈ പ്ലേറ്റിന്റെ കുറുമാര ഇങ്ങനെ നിൽക്കണം, എന്നാലേ ഇറങ്ങത്തുള്ളൂ. ചോറ് കുറച്ച് ഡയറ്റൊന്നും അല്ല, ഞാൻ പച്ചക്കറിയും പ്രോട്ടീനും കൂടുതൽ കഴിക്കുന്നത്. എന്നിട്ട് ഇല്ല, ഞാൻ കുറേശ്ശെ അറ്റത്തുനിന്നാണ് കഴിക്കുന്നത്. അറ്റത്തുനിന്ന് ഞാൻ കഴിക്കുന്നത്. ഒരു വീഡിയോ എടുത്തില്ലേ ചോറില്ല, അത് അടി കള്ളം പറയില്ലേ, കള്ളം പറയില്ല കള്ളി കേട്ടാ. ഇല്ല ഇല്ല, ഇവിടുന്ന് അരക്കിലോ വെണ്ടയ്ക്ക, അരക്കിലോ പയറ് 150 രൂപ, അരക്കിലോ 70 രൂപ, അരക്കിലോ പയറ് ആരെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ 30 രൂപ ഉള്ളത്. ഇല്ലില്ല. ഇത്രയും കേക്ക് കഴിച്ചിട്ട് മതിയാവാഞ്ഞാത്ത 2 എണ്ണം നോക്കിയേ. പ്ലേറ്റ് മാത്രം 4 കുബൂസ്. 4 2 കുബൂസ് അല്ലേ? അത് ഷെമിക്ക് കുബൂസ് വേണ്ടാന്ന് പറഞ്ഞോണ്ട് എനിക്ക് വെച്ചേക്കോ. ഇങ്ങനത്തെ പച്ചക്കറിയാണ് ബിനോയ് പയറുകറിയും വെണ്ടയ്ക്കകത്തോണ്ട് അടിച്ചു വരത്തില്ല. ഞങ്ങള് പാവങ്ങളുടെ ഫുഡാ കഴിക്കുന്നത്. എനിക്കുണ്ട്. രണ്ട് ദുഷ്ടന്മാര് ഒരു കോഴിയെ കാണിച്ചിട്ട് എന്റെ കോഴി കോഴിയെ കാണിച്ചിട്ട് അവസ്ഥ ഉണ്ടോ? അതോ ഇവിടെ അതാ നിന്റെ നീ കോഴി എന്റെ കോഴി ഇരിക്കുന്ന നോക്കിയാണ്ടാ. നീ എന്റെ കോഴി